ने के लिए पास्टर बिजू डैनियल, दोनों प्रभु के दासों को जोरदार तालियों के साथ स्वागत करें। पास्टर जी वेलकम। आगे का समय आपका है। പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവ് ദൈവവചനത്തിന് മുമ്പാകെ തന്നിരിക്കുന്നത് ഓർത്ത് നന്ദി പറയുക. सबको जय मसीह की धन्यवाद करता हूँ अनुग्रहकारी समय के लिए परमेश्वर ने हम सबके जीवन में दिया कि हम प्रभु को धन्यवाद करें। നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പർവ്വത പ്രസംഗത്തിൽ നിന്നാണ്. हम इन दिनों जो सीख रहे हैं यीशु मसीह के द्वारा कहे गए पहाड़ी उपदेश में से है। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. पिछले दिन हमने सीखा कि हम जब प्रार्थना करते उपवास रखते हैं तो हमारी जो मनोभावना कैसी होना है। ഈ പർവ്വത പ്രസംഗത്തെ കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമ്മളെ ഉപദേശിക്കുന്നത് ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എങ്ങനെയാണെന്നുള്ളതാണ്. हम जब पहाड़ी उपदेश को पढ़ते हैं मत्ती रचित सुसमाचार 5, 6 और 7 अध्याय, तो परमेश्वर के राज्य की जो नियम है, व्यवस्था क्या है, कानून क्या है, उसको बताता है। നിയമം അറിയാത്ത ഒരു വ്യക്തിക്ക് ഒരു ദേശത്ത് ശരിയായ രീതിയിൽ വസിക്കുവാനോ ജീവിക്കുവാനോ കഴിയത്തില്ല. एक देश के अंदर हम रहते हैं, अगर नियम हमको नहीं मालूम है तो हम उस देश में सही तरह नहीं जी सकते हैं। ഇടത്തോട്ട് വണ്ടി ഓടിക്കുന്ന, ഇടത്ത് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നതിന് പകരം നമ്മൾ വലത്ത് സൈഡിലൂടെ വണ്ടി ഓടിച്ചാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റൂ. उल्टे बाई तरफ हमको गाड़ी चलाना है, लेकिन अगर हम दाई तरफ चलाएंगे तो हमारा क्या होगा हमको मालूम होना है। ഉദാഹരണം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. അപ്പൊ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു രാജ്യത്ത് നമ്മൾ വസിക്കണമെങ്കിൽ ആ രാജ്യത്തിലെ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് പ്രാഥമിക അടിസ്ഥാന ഉപദേശങ്ങളെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. प्रियो, केवल मैंने उदाहरण दिया है, लेकिन परमेश्वर के राज्य के अंदर में प्रवेश करने के लिए मूलभूत क्या बातें जरूरी है उनको मुझको आपसे सीखना है, समझना है। അപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി ദൈവരാജ്യത്തിൽ എങ്ങനെ നിലനിൽക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. आने वाले समय में हम देखने जा रहे हैं एक विश्वासी को परमेश्वर राज्य में जीने के लिए कैसे जीवन व्यतीत करना है। പലപ്പോഴും നമ്മൾ കരുതുന്നത് ദൈവസഭയിലേക്ക് കടന്നുപോയാൽ അല്ലെങ്കിൽ പാട്ടുപാടിയാൽ പ്രാർത്ഥിച്ചാൽ നമ്മളൊരു ദൈവ പൈതലായി എന്നുള്ളതാണ്. कई बार मेरा आप सोचते हैं प्रभु के भवन में जाके गीत गाते हैं, आराधना करते हैं और हमें लगता है कि हम परमेश्वर के संतान हैं। എന്നാൽ കർത്താവിന്റെ രാജ്യത്തിൽ വേണ്ടുവണ്ണം ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം ഹൃദയത്തിൽ ആഗ്രഹിച്ചിരിക്കുന്ന ശ്രേഷ്ഠമേറിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അവസാനം ഉണ്ടാവുകയില്ല. अगर प्रभु के राज्य के अंदर सही तरह नहीं जिएंगे तो हम जो चाहते हैं अंत में हो सकता है कि वो हमको ना मिले। അതുകൊണ്ട് നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ അധികം ശ്രദ്ധയോടെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിപ്പാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കണം. इसलिए मेरा आप जो प्रभु का वचन सुनते हैं, पढ़ते हैं, उसको जीवन के अंदर में अमल करने का, चलने का प्रयत्न करें। സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടുള്ള ബലം നമുക്കില്ലാത്തതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടാണ്. क्यों मुझे और आपको आत्मिक बल नहीं है? इसका कारण है प्रभु के नियमों का हम पालन नहीं करते हैं। നമ്മൾ മോഹിക്കുന്നുണ്ട്, നമ്മൾ കോപിക്കുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് മറ്റുള്ളവരോട് അസൂയപ്പെടുന്നുണ്ട്, ഈ ലോകത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പാപത്തിൽ വീണു പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃപയില്ലാത്തത് കൊണ്ടാണ്. കൃപയില്ലാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് നമ്മൾ കീഴ്പ്പെടാത്തത് കൊണ്ടാണ്. कई बार मैं और आप लोभ लालच करते हैं, क्रोध करते हैं, संसार की अभिलाषा, शरीर की अभिलाषों में हम चल जाते हैं। क्या कारण है कि हम ऐसे काम करते हैं? क्योंकि परमेश्वर का अनुग्रह हमारे ऊपर नहीं है। परमेश्वर का अनुग्रह हमारे ऊपर में क्यों नहीं है? क्योंकि मैं और आप परमेश्वर के नियमों का पालन नहीं करते हैं। അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ കർത്താവെ ഇത് കേൾക്കുവാൻ മാത്രമല്ല ഹൃദയത്തിൽ സ്വീകരിച്ച് ഇതനുസരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. इसलिए मेरा आप जब परमेश्वर की उपस्थिति में है तो प्रभु से मेरा आप प्रभु केवल सुनने वाला नहीं, इस पे चलने वाला मैं बनने पाऊं। നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുക, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്.
आगे उपवास और प्रार्थना के बाद यीशु मसीह उनसे मत्ती रचित सुसमाचार 6:19 में कहते हैं, अपने लिए पृथ्वी पर धन इकट्ठा ना करो जहाँ कीड़ा और खाई बिगाड़ते हैं, जहाँ चोर सेंध लगाते और चुराते हैं। സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെയും ചിന്തിക്കുന്നത് നിക്ഷേപങ്ങളെ കുറിച്ചാണ്. मेरा प्रियो, जब तक पृथ्वी पर है हम इकट्ठा करने के बारे में सोचते हैं। ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ, കാണപ്പെടാൻ പറ്റുന്നതായിക്കൊള്ളട്ടെ കാണപ്പെടാൻ പറ്റാത്തതായിക്കൊള്ളട്ടെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ചില നിക്ഷേപങ്ങളുണ്ട്. बहुत सी चीजें जो दिखती हैं, बहुत सी चीजें जो नहीं दिखती हैं, दोनों तरह के बहुत कुछ मेरा आप अपने जीवन में इकट्ठा करते हैं। ആ നിക്ഷേപങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചില ചെയ്ത അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ കയ്യിലുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം എന്നുള്ളത്. क्या है मेरा आपने इकट्ठा किया है? पिछले दिनों जो कुछ मेरा आपने इकट्ठा किया वही आज हमारे हाथों में है। അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഉറക്കളച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് ഭക്ഷണം കഴിക്കാതെ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തായിരിക്കാം ആ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. वो चीज इकट्ठा करने के लिए जीवन के अंदर कठिन परिश्रम किया, बहुत से रातों को सोए नहीं, बहुत से मेहनत किया ताकि उनको हम इकट्ठा कर पाए। കർത്താവ് പറയുകയാണ്, ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന നിക്ഷേപങ്ങളൊക്കെ നിലനിൽക്കാത്ത നിക്ഷേപങ്ങളാണ്. यीशु मसीह कह रहे, पृथ्वी पे जो कुछ तुम इकट्ठा करते हो वो अस्थायी है, वो हमेशा के लिए रहेगा नहीं। കർത്താവ് പറയുന്നത്, ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ വെക്കുന്നുവെങ്കിൽ അത് പുഴുവും തുരുമ്പും എടുക്കും, അത് കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന സാധ്യതയുള്ളതാണ്. यीशु मसीह ने कहा, जो कुछ तुम इकट्ठा कर तो पृथ्वी पे कीड़े और काई बिगाड़ देंगे, चोर सेंध लगाएगा और चुरा लेगा। സഹോദര സഹോദരി, നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള നെറ്റ് വർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നോട് പറയും, ഇതാണ് ഞങ്ങളുടെ നിക്ഷേപം ഇത്രയും കാലം കൊണ്ട് നേടിയെടുത്തതെന്ന്. प्रियो, अगर मैं आपसे पूछूंगा क्या आपने इतने इकट्ठा किया है, तो आप बहुत कुछ बोलेंगे, इस पृथ्वी पे मैंने ये चीजें इकट्ठी की है। ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശരീരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, എനിക്ക് നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ട്, ഇതാണ് ഞാൻ ഇത്രയും കാലം എക്സസൈസ് ചെയ്ത് ജിംനേഷ്യത്തിൽ പോയി ട്രെയിൻ ചെയ്ത് ഞാൻ നേടിയത്. അല്ലെങ്കിൽ താമസിക്കുന്ന വീടിനെ നോക്കിക്കൊണ്ട് പറയും, ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ നേട്ടം. അതല്ലെങ്കിൽ മക്കളെ ചൂണ്ടിക്കൊണ്ട് പറയും, ഇവരുടെ വളർച്ച, ഇവരെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കി. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ നേട്ടത്തിന്റെ പട്ടികയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയും. हमें से अगर पूछा जाए तो कोई कहेगा, मेरे शरीर के लिए मैंने देखो कितनी मेहनत की है, व्यायाम करता हूँ, जिम जाता हूँ। कई लोग अपने घर को दिखा के कहेंगे, मैंने ये चीज इकट्ठा किया है इसलिए ये घर है। कई लोग अपने बच्चों को दिखा के कहेंगे, इन बच्चों के लिए मैंने सब कुछ किया, यही है जो मैंने इकट्ठा किया है। ചിലർ തങ്ങളുടെ വിദ്യാഭ്യാസത്തെ നോക്കിക്കൊണ്ട് പറയും, ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ പഠിച്ച് ഈ നിലയിലെത്തിയെന്ന്. ചിലർ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളെ, നിലവാരങ്ങളെ നോക്കിക്കൊണ്ട് പറയും, ഇത്രയും ഉന്നത നിലവാരത്തിൽ ബഹുമാനിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ഈ ഇത്രമാത്രം അധികാരത്തിന്റെ ഉയർച്ചയിൽ ഞാൻ എത്തിയെന്ന് നമ്മൾ പറഞ്ഞേക്കാം. कई बार अपनी शैक्षणिक योग्यता को देखा कर कहेंगे, देखो इसके लिए मैंने इतनी मेहनत की है, इसीलिए आज मैं इस स्थान में इस पद पे पहुंचा हूँ, हम दूसरों से बोलेंगे। സഹോദര സഹോദരി, ചോദ്യം ഇത് മാത്രമാണ്, ഇത്രയും കാര്യങ്ങൾ കാണിച്ചു തന്ന നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഇതെന്നും നിലനിൽക്കുന്നതാണെന്നുള്ളത്? एक ही सवाल मेरा आप अपने से पूछे, जो बातें अभी हमने कहा है, सुना है, हम सोचे इनमें से क्या है जो हमेशा हमारे साथ रहने वाला है। ഈ കണ്ട നന്മകൾ അല്ലെങ്കിൽ ഈ നേടിയ നന്മകൾ എത്ര നാളുകൾ നമ്മൾ അനുഭവിക്കുമെന്ന് നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ये जो इकट्ठा किया है उसको कितने समय में आप अनुभव करेंगे अपने जीवन में, हम में से कौन बोल सकता है? ഒന്ന് ഓർത്ത് നോക്കിയേ, 50 വർഷക്കാലം കഠിനാധ്വാനം ചെയ്ത നേട്ടം ഉണ്ടാക്കി നമ്മളെല്ലാം ചെയ്തു വെച്ചു. എന്നാൽ അത് അനുഭവിക്കുവാനുള്ള സമയമാകുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഈ 50 വർഷം ചെയ്ത അധ്വാനം വെറുതെ ആയി പോയില്ലേ? जरा सोचे, 50 साल हमने मेहनत करके बहुत कुछ इकट्ठा किया है, लेकिन 50 साल पूरा होने के बाद अचानक मेरे राप का प्राण निकल जाए, तो हम सोचो मेरे राप ने इतने साल इकट्ठा किया है, क्या फायदा हुआ, व्यर्थ हो गया, नष्ट हो गया। ഞാൻ പലരോടും പല സമയത്ത് കൗൺസിൽ ചെയ്യുന്ന സമയത്തൊക്കെ അവരോട് പറയാറുണ്ട്, ഡോണ്ട് ലിവ് ഫോർ ടുമോറോ, നാളത്തെ ഓർത്ത് നീ ജീവിക്കരുത്. നീ ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് ജീവിക്കണം, ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്.
कईयों को जब मैं सलाह देता हूँ, काउंसलिंग करता हूँ, तो मैं उनसे कहता हूँ कल के लिए मत सोचो, कल के लिए मत जियो, आज നമ്മൾ जो कुछ है आज उसके लिए तुम जियो। നമ്മൾ പലരും റിട്ടയർമെന്റ് ലൈഫ് നമ്മുടെ ഭംഗിയാക്കുന്നതിന് വേണ്ടി കിടന്ന് കഠിനാധ്വാനം ചെയ്യുക. കാരണം എനിക്ക് റിട്ടയർ ആകുമ്പോൾ ഇതൊക്കെ അനുഭവിക്കണം, പിക്നിക്കിന് പോകണം, ഹോളിഡേയ്സിന് പോകണം, കുടുംബവുമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞ് നാളത്തെ ദിവസത്തെ സ്വപ്നം കണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ജീവിക്കാതിരിക്കുകയാണ്. कई लोग रिटायरमेंट के बाद में सुख भोगने के लिए आज मेहनत करके इकट्ठा करते, रिटायर हो जाऊंगा, परिवार के साथ घूमने फिरने जाऊंगा, मौज मस्ती करूंगा, ये बातें सोचते हैं, इसलिए इकट्ठा करते हैं। ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ അവർ മറന്നു പോകുന്നു. ഇന്ന് സ്വസ്ഥതയോടെ കിടന്ന് ഉറങ്ങുവാൻ അവർ മറന്നു പോകുന്നു. കുടുംബത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിക്കുവാൻ മറന്നു പോകുന്നു. കുഞ്ഞുങ്ങളോടുകൂടെ ഇരിക്കേണ്ട സമയത്ത് അവർ ഇരിക്കുന്നില്ല. നമ്മൾ ഓടുകയാണ്. എന്തിന്? നാളത്തേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചു വെച്ച് നാളെ വിശ്രമിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ. आज के दिन शांति के साथ मेरा आप सोचते नहीं है, कल के बारे में सोचते हुए आज के दिन हम अंधों की तरह चलते फिरते हैं, मेहनत करते हैं ताकि आने वाले दिनों में कुछ मिल जाए मुझे और आपको। സഹോദര സഹോദരി, ഇതിൽ പരം എന്തോ ഒരു ഭോഷത്വമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നാളെ ഇത് വല്ലതും സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് വല്ലതും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്നോ നാം ആഗ്രഹിച്ചതുപോലെ വിശ്രമിക്കുവാൻ കഴിയുമെന്നോ നമുക്ക് എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാനായിട്ട് കഴിയും? प्रियो, मेरा आप सोचे कि आज जो कुछ भी इकट्ठा कर रहे कल के दिन मेरा आप उसको जिनमें अनुभव करेंगे नहीं करेंगे, हम में से कितने लोग बोल सकते हैं? ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതൊക്കെ ഒരു ലോൺ മാത്രമാണ്. കർത്താവ് കുറച്ച് നാളത്തേക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം, കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് തന്നിരിക്കുന്ന വെറും ഒരു ലോൺ മാത്രമാണ്. നമ്മൾ ഈ കാണുന്നതും നമ്മൾ ഈ അനുഭവിക്കുന്നതും നമ്മുടെ പേരിൽ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഊറ്റം കൊള്ളുന്നതൊക്കെയും. जो कुछ आज मेरा आप कहते हैं प्रभु का दिया हुआ एक लोन मात्र है, कुछ समय के लिए अनुभव करने के लिए, कुछ समय जीने के लिए, एक दिन इस सबको छोड़ के जाना है। आज जो कुछ एक लोन के समान है ये। അതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ് മരിക്കുമ്പോൾ, ഈ ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ മരിക്കുമ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും പ്രമാണിയായിരുന്ന ഏറ്റവും ധനവാനായിരുന്ന മനുഷ്യൻ മരിച്ചപ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒന്ന് പോയി നോക്കിക്കേ. അവരുടെ കൈ മടക്കി വെച്ചിരിക്കുന്ന കൈക്കുള്ളില്, ആ വിരലുകൾക്കുള്ളില് അവരെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, അവരുടെ കോട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. അതിനകത്ത് ഒന്നുമില്ലെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. इस संसार के अंदर यह हमारे देश का सबसे धनी व्यक्ति जो आज है कल नहीं है, आने वाले समय में हो सकता है वो मर जाए, मरने के बाद उसके पास जाके हम देखें, उसके हाथ को खोल के देखें, उसके कोट के अंदर हाथ डाल के देखें, क्या अपने साथ कुछ भी लेके गया है क्या? എത്ര ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയായാലും ശരി, എത്ര ഉന്നത നിലവാരത്തിൽ ജീവിച്ച വ്യക്തിയായാലും ശരി, എത്ര വാഹനങ്ങൾ സ്വന്തമുള്ള വ്യക്തിയായാലും ശരി, എന്തെല്ലാം തന്റെ പേരിലുള്ള വ്യക്തിയായാലും ശരി, ആ ശവപ്പെട്ടിക്കകത്ത്, ആ കോഫിനകത്ത് കിടക്കുമ്പോൾ ഇതൊന്നുമില്ലാതെ ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രം ധരിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. आज कितने भी मेरे आप गहने पहन ले, सोना चांदी पहन ले, आज कितना भी मेरे आपके पास में क्यों ना हो जाए, कितनी भी अच्छी वाहनों में गाड़ियों में आप घूम ले, लेकिन जरा सोचे मरने के बाद क्या होगा? इसमें से कुछ भी अपने साथ लेके जाएंगे नहीं, केवल ये शरीर ढकने के लिए 2 वस्त्र हमारे शरीर पर होगा और कुछ नहीं। കർത്താവ് അതുകൊണ്ട് പറയുകയാണ്, ഇത് നഷ്ടപ്പെട്ടു പോകുന്ന, ഇന്ന് കണ്ട് नाളെ ഇല്ലാതെയായി പോകുന്ന, ഉപേക്ഷിച്ചിട്ട് പോകുവാൻ തക്കവണ്ണം തയ്യാറായിരിക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ വെക്കരുത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. इसलिए यीशु मसीह मुझे आपको याद दिला रहे हैं, जो नाशमान है, जो आज है कल नहीं है, उसको तुम इस पृथ्वी पे इकट्ठा मत करो। കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഓർക്കണമേ, ഈ ലോകത്ത് നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ, നിത്യതയുടെ അങ്ങേ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നിക്ഷേപങ്ങൾ സ്വർഗത്തിലേക്ക് നമ്മൾ കരുതിയിട്ടുണ്ടോ? जीवन में यात्रा में मेरा सोचे एक दिन पृथ्वी पे, पृथ्वी का ही जीवन छोड़ के हम प्रभु के पास जाएंगे, तो हम क्या वहां पे अपने हाथ में लेकर जाएंगे? प्रियो, നമ്മുടെ പല സഹോദരങ്ങളും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാൻ പറ്റും, അവരവിടെ അധ്വാനിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർക്ക് മാസ ശമ്പളം കിട്ടുമ്പോൾ ചെറിയൊരു തുക മാത്രം അവിടെ ചെലവിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ബാക്കിയെല്ലാം അവരവരുടെ നാട്ടിലേക്ക് അയക്കും. അത് നമ്മളിൽ പലരും കാണുന്നതാണ്, ഒരു പക്ഷേ നമ്മളിൽ പലരും ചെയ്തിട്ടുള്ളതാണ്. विदेशों में नौकरी जो करते हैं, गल्फ कंट्रीज में नौकरी करते हैं, हमें से भी कोई हो सकता हो
वो अपने जीवन के अंदर में महीने में जो पगार उनको मिलती है उसमें से थोड़ा सा रखे, बाकी अपने घरों में भेज देते हैं, अपने पास कुछ नहीं रहता है। എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കൊന്നറിയാം, അവരാ രാജ്യത്ത് പ്രവാസികൾ മാത്രമാണ്, വിസയിൽ ജീവിക്കുന്നവർ മാത്രമാണ്. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടുന്ന് ആ ദേശം വിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു നിക്ഷേപം ഉണ്ടായിരിക്കണം നാട്ടിൽ ജീവിക്കുന്നതിന് വേണ്ടി. क्यों ऐसा करते हैं? क्योंकि उनको मालूम है विदेश के अंदर में कुछ समय के लिए हैं, जब तक वीजा है। इस राज्य के अंदर हम परदेशी हैं, लेकिन नौकरी पूरी होने के बाद जब वापस अपने देश में जाऊंगा, अपने घर में जाऊंगा, तो वहां मेरे लिए कुछ होना है, इसलिए वो सब कुछ अपने घर भेजता है। എന്നാൽ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ, നാട്ടിൽ ഒന്നും അയക്കാതെ കിട്ടുന്ന ശമ്പളം അവിടെ തന്നെ ചെലവഴിച്ച് നാളെക്കുറിച്ചോ ഹാലിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ എല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചോദിച്ചേ, തന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകുമോ? लेकिन ऐसे व्यक्ति के बारे में सोचे जो बाहर देश में नौकरी करता है, जो कुछ मिलता है खा पी के उड़ा देता है, कुछ घर में बेचता नहीं है, लेकिन जब उसकी नौकरी पूरी हो जाती है, वीसा पूरा होने के बाद वो अपने घर देश में लौट कर आता है, भारत में लौट कर आता है, तब उसके पास क्या मिला? कुछ उसके पास नहीं है। ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ലോക ജീവിതം, ഈ ഭൗമിക ജീവിതം വളരെ ക്ഷണികമാണ്. നമ്മൾ ഈ ലോകത്ത് പ്രവാസികൾ മാത്രമാണ്, ചുരുക്കം ചില നാളുകൾ മാത്രം ജീവിച്ചു പോകുന്ന പ്രവാസികൾ, പിൽഗ്രിംസ് ആണ്, അല്ലെങ്കിൽ സൊജോണേഴ്സ് ആണ് നമ്മൾ. എന്നാൽ നമ്മുടെ നിത്യമായ ഭവനം ഉന്നതങ്ങളിലാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ നമുക്ക് സ്ഥലം ഒരുക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ, താൽക്കാലികമായ ജീവിതത്തിലായിരിക്കുമ്പോൾ, നിന്റെ നിത്യമായ ഭവനത്തിലേക്ക് ചില നിക്ഷേപങ്ങളെ കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ? प्रियो, प्रभु का वचन पवित्र शास्त्र कहता है, तू इस संसार में परदेशी है, तात्कालीन जीवन बिताने के लिए, कुछ समय के लिए है। प्रियो, मेरा आप सोचे, क्या मेरा परमेश्वर के राज्य में स्वर्ग में इकट्ठा कर रहे हैं, जहां मुझे आपको एक दिन जाना है? तनिक समय निकाल के हम इस बात को समझे, सोचे। 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. मत्ती 6:20 में लिखा, परंतु अपने लिए स्वर्ग में धन इकट्ठा करो, जहाँ ना तो कीड़ा ना काई बिगाड़ते हैं, और जहाँ चोर ना सेंध लगाते हैं, ना चोरी करते हैं। മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തനിക്ക് അവിടെ ചെലവിന് മാത്രം കുറച്ച് പൈസ എടുത്തിട്ട് ബാക്കി മുഴുവനും നാട്ടിലേക്ക് അയക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ട്, ഞാൻ മടങ്ങി നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്കൊരു നിക്ഷേപം അവിടെ ഉണ്ടെന്ന്. जैसे पहले मैंने उदाहरण दिया, विदेश में ये गल्फ कंट्री में नौकरी करने वाला व्यक्ति जो कुछ उसको महीने में पगार मिलती है, उसमें से थोड़ा सा अपने खर्चे के लिए निकालता है, बाकी सब अपने घर में भेज देता है, क्योंकि उसका मालूम है एक दिन मैं वापस अपने घर में जाऊंगा, तो जो कुछ मैंने वहां भेजा है उसको मैं प्राप्त करूंगा। ബുദ്ധിമാനായ അങ്ങനെ ഒരു മനുഷ്യനോട്, അങ്ങനെ ഒരു സഹോദരിയോട് നിങ്ങൾ ചോദിക്കുക, നാട്ടിൽ പോകാൻ നിങ്ങൾ ഉറപ്പാണോ? ഇന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ചിരിച്ചുകൊണ്ട് പറയും, ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല, കാരണം ഇത്രയും നാൾ ജോലി ചെയ്ത നിക്ഷേപം ഞാൻ നാട്ടിൽ കരുതിയിട്ടുണ്ട്, നാട്ടിൽ പോയി എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന്. विदेश में नौकरी करने वाले इस भाई और बहन से पूछे, क्या आपकी अभी आपकी नौकरी चली जाए, वापिस अपने घर चले जाऊंगा, तो क्या आपको डर है? तो कहेगा, मुझे काहे का डर है, इतने साल मैंने नौकरी करी, जो कुछ मुझे मिला उसमें से मैंने अपने घर वालों को भेज दिया, मैं वापस घर जाऊंगा तो सब अनुभव करूंगा, मुझे किस बात का डर है? സഹോദര, ഇന്നത്തെ രാത്രി സഹോദരി, ഒരു ചോദ്യം ഞാൻ ചോദിക്കുക. ഇന്നത്തെ രാത്രി നീ മരിക്കുകയാണെങ്കിൽ, ഈ നിമിഷം നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ, നീ നിന്റെ നിത്യഭവനമായ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ഉറപ്പോടെ നിനക്ക് പറയുവാൻ കഴിയുമോ, ഇത്രയും നാൾ ഞാൻ ജീവിച്ച ജീവിതത്തിൽ നിന്ന് ഞാനൊരു നിക്ഷേപം സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു, എന്റെ നിക്ഷേപം അവിടെ എന്നെ കാത്തിരിക്കുമെന്ന്? प्रियो, मैं आपसे कहना चाहता हूँ कि आज की रात मेरा आपका प्राण निकल जाए, मेरा आप मर जाए और प्रभु के राज्य में प्रवेश करे, तो क्या मेरा आप हम बोल सकते हैं क्या, मैंने इस पृथ्वी में रहते हुए स्वर्ग के राज्य में बहुत कुछ इकट्ठा किया है, वो मुझे वहां मिलने वाला है? എങ്ങനെയാണ് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കരുതുന്നത്? സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ തിരുവചന പ്രകാരം നാം ജീവിച്ച് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നാം അധ്വാനിക്കുമ്പോൾ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനായി അവിടുത്തെ രാജ്യത്തിന് വേണ്ടി നാം വേല ചെയ്യുമ്പോൾ, നമുക്ക് സ്വർഗം തരുന്ന കൂലി അവിടെ നമ്മുടെ സ്വർഗീയ അക്കൗണ്ടിൽ കർത്താവ് നിക്ഷേപം ചെയ്തുകൊണ്ടിരിക്കും.
अब आप पूछोगे सर मैं कैसे इकट्ठा करूं? उत्तर बाइबल बताती है, परमेश्वर की इच्छा के अनुसार जी के, परमेश्वर के नाम की महिमा के लिए जी के, परमेश्वर के राज्य के लिए संसार में काम करके मेरा आप स्वर्ग के अंदर में धन इकट्ठा कर रहे हैं। നമ്മളിൽ പലരും, ഒരുപക്ഷെ നിങ്ങളിൽ പലരും മിലിറ്ററിയിൽ ജോലി ചെയ്തിട്ടുള്ളവരായിരിക്കും, ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മളിങ്ങനെ ജോലി ചെയ്ത് പോവുകയാണ്. ഓരോ മാസത്തിന്റെ അവസാനമാകുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മിലിറ്ററി, ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ വലിയ വലിയ കമ്പനികൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശമ്പളം നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. हम किसी भी क्षेत्र में नौकरी करें, कंपनी में नौकरी करें, सेना में नौकरी करें, मुझे आपको मालूम है कि सरकार जो है हर एक महीने हमारी नौकरी में से कुछ धन जो है हमारे अकाउंट के अंदर में वो लोग इकट्ठा करते रहते हैं। അതുപോലെ തന്നെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നാം വേല ചെയ്യുമ്പോൾ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നാം അധ്വാനിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വചനപ്രകാരം നാം ജീവിക്കുമ്പോൾ, അതാത് സമയങ്ങളിൽ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും. इसी तरह परमेश्वर के राज्य के लिए संसार में जीवित रहते हुए मेरा जिएंगे, काम करेंगे, तो मुझे आपको पता भी नहीं चलेगा स्वर्ग के अंदर हम बहुत कुछ इकट्ठा कर रहे हैं। എന്നാൽ അതേ സ്ഥാനത്ത് ഈ ഭൂമിയിൽ നാം നമുക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വഴി ചിന്തിക്കാതെ, ദൈവത്തിന്റെ വേലയെക്കുറിച്ച് ചിന്തിക്കാതെ, നാം മറ്റുള്ളവരിൽ നിന്ന് നാം ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതുപോലെ ഈ ഭൂമിയിലെ പ്രതിഫലത്തിന് വേണ്ടി നാം ജീവിക്കുകയാണെങ്കിൽ, ഈ ഭൂമിയിലെ പ്രതിഫലം മാത്രമേ നമുക്ക് ലഭിക്കൂ. സ്വർഗത്തിൽ നിന്നുള്ള പ്രതിഫലം അവിടെ നിക്ഷേപമായിട്ട് കണക്ക് കൂട്ടത്തില്ല. लेकिन उसी तरह मेरा आप संजय, अगर मेरा आप केवल अपने स्वार्थ के लिए संसार में अपने लिए जीते हैं, दूसरों के लिए कुछ करते नहीं, प्रभु के राज्य के लिए कुछ करते नहीं है, तो इस पृथ्वी पे जो कुछ इकट्ठा कर रहे वही हमको मिलना है, प्रभु के राज्य में हमको कुछ नहीं मिलेगा। ഉപവസിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് അവിടുത്തെ വചനത്തിൽ കേട്ടു. അതുപോലെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ അവിടെ കേട്ടു, ഈ ലോകപരമായിട്ടുള്ള വഴികളിൽ ജീവിച്ച് പ്രാർത്ഥിച്ചു പോകുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് കർത്താവ് പറഞ്ഞു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകം നമുക്ക് പ്രതിഫലം തരുമ്പോൾ, ഈ ലോകം നമുക്ക് അംഗീകാരം തരുമ്പോൾ, ഈ ലോകം നമുക്ക് മാന്യത തരുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടാതെ വരും, സ്വർഗത്തിൽ നമുക്ക് മാന്യത കിട്ടാതെ വരും, സ്വർഗത്തിൽ നമുക്ക് വേതനം കിട്ടാതെ വരും. उपवास प्रार्थना के बारे में मैंने आपसे कहा, उपवास रखा, हमने कुछ किया, उसका प्रतिफल हमको यहाँ मिल गया है। हम प्रार्थना करते हैं, कुछ प्राप्त करते हैं, उसका प्रतिफल हमको यही मिल गया है। इस संसार के अंदर, इस पृथ्वी पे जीते जी बहुत कुछ प्रतिफल हम उसके द्वारा प्राप्त कर लेते हैं, लेकिन प्रभु के राज्य में जाएंगे तो हमको वहां कुछ प्रतिफल नहीं मिलेगा, क्योंकि प्रभु कहेगा मैंने तुझको इस पृथ्वी पे जो चाहिए था वो प्रतिफल दे दिया है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നത്തെ ചോദ്യം ഇതാണ്: നിനക്ക് ഈ ഭൂമിയിലെ വേതനമാണോ, ഈ ഭൂമിയിലെ പ്രതിഫലമാണോ, ഈ ഭൂമി നിനക്ക് തരുന്ന മാന്യതയാണോ നിനക്ക് വേണ്ടത്, അതോ എന്നും എന്നും നിലനിൽക്കുന്ന സ്വർഗത്തിന്റെ പ്രതിഫലം നമുക്ക് വേണമോ, സ്വർഗത്തിന്റെ മാന്യത നമുക്ക് വേണമോ? मैं आपसे पूछना चाहता हूँ, इस पृथ्वी के पर में आपका प्रतिफल चाहिए, इस पृथ्वी के पर में कुछ हमको मान सम्मान चाहिए, या स्वर्ग के राज्य के अंदर कुछ चाहिए, प्रभु का मान सम्मान चाहिए? मेरा आप सोचें। അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുന്ന ഈ സമയത്തില് ഓരോ ദിവസം നമ്മളെ വിട്ട് കടന്നു പോകുമ്പോഴും ഓർക്കുക, ഈ ഭൂമിയിലുള്ള നമ്മുടെ ദിവസങ്ങൾ ഓരോന്നോരോന്നായി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. पृथ्वी पे जैसे हम दिन बिताते जा रहे हैं, हम जीते जा रहे हैं, एक दिन बढ़ता जा रहा है, हमारी उम्र कम होती जा रही है। ഇപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഇതാണ്: ഇത്രയും കാലം നാം ജീവിച്ചതിൽ എത്രമാത്രം നിക്ഷേപം നമുക്ക് സ്വർഗത്തിൽ ഉണ്ടാക്കുവാൻ ഇത്രയും കാലം കൊണ്ട് കഴിഞ്ഞു? आज मेरा आप सोचे, इतने साल प्रभु में आने के बाद में हमने जीवन बिताया है, कितना कुछ हमने प्रभु के राज्य में स्वर में इकट्ठा किया हुआ है। आज കർത്താവിന്റെ തിരുവചനം മറ്റുള്ളവരോട് സാക്ഷിക്കുമ്പോൾ, സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ, നിന്നെയും പരിഹാസവും സഹിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കുടുംബത്തിൽ നിൽക്കുമ്പോൾ, ദേശത്തിൽ നിൽക്കുമ്പോൾ, കർത്താവിന്റെ നാമത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുമ്പോൾ ഓർക്കുക സഹോദര സഹോദരി, നിന്റെ നിക്ഷേപം സ്വർഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. इस संसार में पृथ्वी पर रहते हुए प्रभु के राह पे चल के निंदाओं को सहन करते हैं, पीड़ाओं को सहन करते हैं, सताओं को सहन करते हैं, परमेश्वर के लिए सब कुछ हम सहन करते हैं, तो मेरा परमेश्वर के राज्य में इकट्ठा कर रहे हैं। 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. 21 आयत में लिखा है, जहां तेरा धन है वहां तेरा मन भी लगा रहेगा।
അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? നമ്മുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്നൊന്ന് കരുതിക്ക്, ഏറ്റവും നല്ല ബാങ്കിൽ നമ്മൾ കൊണ്ടത് നിക്ഷേപിക്കും. എന്നിട്ട് നമ്മുടെ ചിന്ത മുഴുവനും എപ്പോഴും ആ ബാങ്കിൽ കിടക്കുന്ന പൈസയെ കുറിച്ചായിരിക്കും. പേപ്പറിനകത്ത് ന്യൂസ് വരുമ്പോൾ ഇൻട്രസ്റ്റ് കൂടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സന്തോഷമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ നിക്ഷേപത്തിന് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ എന്ന്. നമ്മുടെ ഹൃദയം അവിടെയായിരിക്കും എന്നാ അതിന്റെ अर्थം. उदाहरण के लिए सोचो, हमारे पास 1 लाख रुपया है, 1 लाख रुपया हमने किसी बैंक में डाल दिया है, हमेशा हमको चिंता रहेगी मैंने 1 लाख रुपया बैंक में डाला हुआ है, उसका कितना ब्याज मिलेगा। 1 साल के बाद जब ब्याज दिखता है हम सोचते हैं कि कितना ज्यादा ब्याज मिल गया है। ये क्या बताता है? जहां हमने इकट्ठा किया है हमारा मन हमेशा वहीं लगा रहता है। അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ നിക്ഷേപങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് വസ്തുക്കൾ വാങ്ങിച്ചു വെച്ചോ, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിയെന്ന് കരുതിക്കോ. എന്നിട്ട് നമ്മൾ മടങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴുമുള്ള ചിന്ത എവിടെയാണെന്ന് അറിയാമോ? നമ്മൾ വാങ്ങിച്ച വസ്തു, നമ്മൾ വാങ്ങിച്ച വീട്, നമുക്ക് കിട്ടിയ അസറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ നിക്ഷേപം ഉള്ളിടത്തായിരിക്കും നമ്മുടെ ഹൃദയം എപ്പോഴും ഇരിക്കുക. दूसरा उदाहरण, अपने खर्चे बचा के हम पैसा इकट्ठा करके कुछ जमीन जायदाद ले ले, कोई अच्छा घर ले ले कहीं और, तो हम हमेशा याद रखते हैं, हमारे मन में रहता है वो जमीन, वो जायदाद, वो घर, हमारा मन कहाँ लगा हुआ है? जो हमने इकट्ठा किया है, जो हमने खरीदा है उस पर। നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെങ്കിലും പോകുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങൾ പോയതിനെ കുറിച്ച് എപ്പോഴും കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള സ്ഥലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, അവിടെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രിയപ്പെട്ടമായത്, നമുക്ക് പ്രിയപ്പെട്ടവരായത് അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടമായത് എവിടെയുണ്ടോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം ഇരിക്കുക. हमारे बच्चे इधर उधर कहीं चले जाए, हम भेजते हैं इधर उधर में, हमेशा हमारा ध्यान हमारे बच्चों पे लगा रहता है, क्योंकि हमें हमारे बच्चे प्रिय लगते हैं। इसी तरह हमें समझना है, जो हमको प्रिय होता है वहां हमारा मन लगा रहता है। നമ്മൾ ആരെങ്കിലും അത്ഭുതപ്പെടാറുണ്ടോ? സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ചില ദൈവദാസന്മാരെ, ദൈവദാസിമാരെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർത്താവിന്റെ നാമത്തിന് വേണ്ടി എത്ര കഷ്ടം സഹിക്കാനും അവർ തയ്യാറാണ്, എത്ര നിന്ദ സഹിപ്പാനും അവർ തയ്യാറാണ്, എത്ര പീഡനം സഹിക്കുവാനും തയ്യാറാണ്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? आसपास हमने अनेकों प्रभु दासों को देखा होगा, कितना दुख और कष्ट वेदना उठाते हैं, सता पीड़ाओं को सहन करते हैं, अनेकों निंदाओं के अंदर अनुभव से उनको गुजरना पड़ता है। किसके लिए कर रहे हैं? परमेश्वर के नाम की महिमा के लिए हम स्वयं देखते हैं। ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അവർക്കറിയാം, അവരേൽക്കുന്ന നിന്ന, അവരേൽക്കുന്ന പരിഹാസം, അവരേൽക്കുന്ന ഉപദ്രവം ഓരോന്നോരോന്ന് വർദ്ധിക്കുമ്പോഴും അവരുടെ നിക്ഷേപം സ്വർഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ऐसा क्यों वो सेवक लोग करते हैं, प्रभुदास लोग करते हैं? क्योंकि उनको मालूम है जो आज निंदा सहन कर रहे हैं, सता पीड़ाओं को सहन कर रहे हैं, उन सब का प्रतिफल स्वर्ग के राज्य में इकट्ठा हो रहा है। അങ്ങനെയുള്ളവരാണ് പ്രാർത്ഥനയിൽ അവരുടെ സമയം ചിലവഴിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ദൈവവേലയിൽ അവരുടെ സമയം ചിലവഴിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ളതൊന്നും അവർക്ക് വലിയ വിഷയമല്ല. ഈ ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ അവർക്ക് വലിയ ലക്ഷ്യമല്ല. ഈ ലോകത്തിൽ വരുന്ന നേട്ടങ്ങൾ അവർക്ക് വലിയ വിഷയമല്ല. ഈ ലോകത്തിലുള്ളതിനു വേണ്ടി ഒന്നിനും അവർ ഓടാറില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ഹൃദയം, അവരുടെ നിക്ഷേപമുള്ള സ്വർഗത്തെ കുറിച്ചായിരിക്കും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. इसीलिए वे समयों घंटों प्रार्थना में समय बिताते हैं, क्योंकि संसार का किसी भी चीज के लिए उनका मन नहीं है। संसार की बातों के लिए वो दौड़ते भागते नहीं हैं, केवल परमेश्वर के राज्य के बारे में सोचते हैं, उसके लिए कार्य करते हैं। क्यों है प्रियो? क्योंकि उनका मन उस पर लगा हुआ है। അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിന്റെ ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയാതെ, ഹല്ലേലൂയ, പ്രയോജനമില്ലാത്തതിന്റെ പിന്നാലെ ഓടാതെ, ഇന്ന് കണ്ട് നാളെ നഷ്ടപ്പെടുത്തി പോകുന്നതിന്റെ പിന്നാലെ ഓടാതെ, നിത്യമായി നിലനിൽക്കുന്ന സ്വർഗീയ നിക്ഷേപത്തിന് വേണ്ടി ഈ നാളുകളിൽ നമുക്ക് അധ്വാനിക്കാം. इसलिए प्रियो, आज मेरा शब्द सुन रहे हैं, समय को नष्ट ना करते हुए, जो समय प्रभु मुझे आपको देता है, परमेश्वर के राज्य के लिए जी के, परमेश्वर के राज्य के लिए काम करके बिताने का प्रयत्न करे, ताकि स्वर्ग के राज्य में हमको प्रतिफल मिले। എപ്പോഴും ഓർക്കുക, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ബുക്ക് ഓഫ് ജോബിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നഗ്നരായി നമ്മൾ ഈ ഭൂമിയിൽ വന്നു, നഗ്നരായിട്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മൾ പോകേണ്ടി വരും തിരിച്ച്. अयूब की किताब से मेरा आप सीखे, अयूब का सब कुछ चला गया। अयूब ने अपनी पत्नी से कहा, नंगा आया था, मैं नंगा चला जाऊंगा। ഒന്ന് ഓർത്ത് നോക്കിയ, ഒരു കുഞ്ഞ് ലോകത്തിലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിന്റെ മീതെ ഇടുവാൻ, ആ കുഞ്ഞിനെ ഉടുപ്പിക്കുവാൻ ഈ ലോകം ആദ്യം ഒരു ഉടുപ്പ് കൊടുക്കും.
ഹല്ലേലൂയ. അതിനുശേഷം ഓർക്കുക, ആ കുഞ്ഞ് വളർന്ന് കുറെ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് മടങ്ങി പോകുമ്പോൾ ആ ശരീരത്തിൽ പുതപ്പിക്കുവാൻ ഈ ലോകം ഒരു ഉടുപ്പ് കൊടുക്കും. അത് മാത്രമേ ആ കുട്ടിക്ക് സ്വന്തമായിട്ടുള്ളൂ. प्रियो, हम जब जब हम ध्यान से समझे, एक बच्चे का जन्म होता है तो सबसे पहले क्या उसको दिया जाता है? उसे शरीर ढकने के लिए वस्त्र दिया जाता है। वो बच्चा पढ़ लिख के बड़ा होता है, कुछ समय के बाद, बड़ा होने के बाद, समय अवधि पूरी होने के बाद वो मर जाता है, तब भी उसको क्या मिलता है? केवल वही शरीर ढकने के लिए, उसका तन ढकने के लिए कपड़ा और कुछ नहीं है। ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം സഹോദരങ്ങളെ. നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് ചില വീടുകളിലൊക്കെ വിസിറ്റിന് പോകാറുണ്ട്. അവരെ സൽക്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിസിറ്റിന് പോകാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും കുസൃതികളായിട്ടുള്ള കുഞ്ഞുങ്ങളാ, പ്രത്യേകിച്ച് കൊച്ചാൺകുട്ടികൾ. അവരുടെ പരിപാടി എന്തെന്ന് ചോദിച്ചാൽ, അവർ കടന്നു ചെല്ലുന്ന വീട്ടില് ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ, ചെറിയ കാറും അതുപോലുള്ളതൊക്കെ കാണുമ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ ആരും അറിയാതെ അവർ അതിൽ ഒരെണ്ണം എടുത്ത് പോക്കറ്റിലിടും. അങ്ങനെ സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ പലരിലുമുണ്ട്. हम देखते हैं, हमारे बच्चे जब छोटे थे, हम उनको लेके कहीं किसी घर में जाते थे, हमारे बच्चे जो है घर में देखते थे कि वहां उस घर के अंदर में खेलने की खिलौने कौन कौन से हैं। वो बच्चा उन खिलौनों से खेलता है, अंत में घर लौटने का वक्त आता है तो जो शरारती बच्चे होते हैं, खास लड़के जो हैं, उसमें से कुछ ना कुछ अपनी जेब में लेके आ जाते हैं। എന്നാൽ വളരെ ദൈവഭയമുള്ള നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനിക്കുന്നവർ നമ്മൾ എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മോന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അവന്റെ പോക്കറ്റിൽ തപ്പി നോക്കിയിട്ട് പോക്കറ്റിന്റെ ഏതെങ്കിലും കോണിൽ നിന്ന് ആ കിലോണ എടുത്തിട്ട് നമ്മൾ അവിടെ നിൽക്കുന്ന വീട്ടുകാരുടെ കൊടുത്തിട്ട് പറയും, ഇത് നിങ്ങളുടേതാണ്, ഇത് തിരിച്ചെടുത്തോളാൻ പറയും. लेकिन हमको मालूम है कि हमारे जो बच्चा है थोड़ा बिगड़ा हुआ है, इसलिए हम अगर अच्छे माता पिता हैं, अच्छे संस्कार हैं, तो हम क्या करेंगे? जब हम घर से निकलेंगे उनके, तो हम पक्का अपने बच्चे की जेब तलाश करेंगे। बच्चे की जेब से जो उसने चुराया है उसको निकाल के वापिस घर वालों को देंगे, बोलेंगे ये आपका है, आप रख लीजिए। നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? കരയുന്ന മോനോട് പറയും, മോനെ, നീ ഇവിടെ വന്നപ്പോ നിന്റെ പോക്കറ്റിൽ ഒന്നുമില്ലായിരുന്നു, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും നിന്റെ പോക്കറ്റിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. रोने वाले बच्चे से हम कहेंगे, एक अच्छा माता पिता कहेंगे, बेटा जब तू इस घर में आया था तब भी तेरी जेब में कुछ नहीं था, जाते वक्त भी तेरी जेब में कुछ नहीं होना है। ഇതെല്ലാം എന്റേതാണെന്നും ഇതെല്ലാം എന്റെ നേട്ടമാണെന്നും ഇതെല്ലാം എന്റെ പേരിന്റെ പിന്നിലുള്ളതാണെന്നും ഇതെല്ലാം എന്റെ സ്വത്താണെന്നും ഇതിലെല്ലാം എന്റെ അവകാശമുണ്ടെന്നും പറയുന്ന ഭോഷനായ സഹോദര സഹോദരി, ഇതെപ്പോഴും ഓർക്കുക, നീ നഗ്നനായിട്ട് വന്നവനാണ്, നീ നഗ്നയായിട്ട് വന്നവളാണ്. നീ മടങ്ങിപ്പോകുമ്പോൾ നഗ്നനായി മടങ്ങിപ്പോയേ മതിയാവൂ. जो ये सोचता है जो कुछ आज प्रभु ने दिया सब कुछ मेरा है, मेरे परिवार का, मेरा संतानों के लिए है, मैं उनसे कहना चाहता है, एक मूर्ख मनुष्य नंगा आया था, नंगा ही तू वापिस चला जाएगा। അതിന്റെ അർത്ഥം സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചേക്കാം, അതിന്റെ അർത്ഥം ജോലി ചെയ്യരുതെന്നാണോ, പൈസ സമ്പാദിക്കരുതെന്നാണോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിക്ഷേപം വെക്കരുതെന്നാണോ അതിന്റെ അർത്ഥം എന്നൊരു പക്ഷെ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. आप मुझसे सवाल करोगे, आप जो कुछ कहना चाहते हो उसका अर्थ यह है कि हम अच्छी नौकरी ना करें, क्या हम अपने बच्चों के लिए कुछ इकट्ठा ना करें, क्या ऐसा कुछ है क्या जो आप बोल रहे हैं? 1 തീമോത്തി 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വന്തക്കാർക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി കരുതാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. 1 തീമോത്തി 5:8. पहला तीमुथियुस 5:8 में इस तरह लिखा है, पर यदि कोई अपनी की ओर से निच करके अपने घराने की चिंता ना करे, वह विश्वास से मुकर जाता है, अविश्वासी से भी बुरा बन जाता है। അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദര സഹോദരി? നമ്മുടെ അനുദിന ജീവിതത്തിന് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയം നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും കടം അനുഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ഈ ഭൂമിയിൽ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചും വലിയൊരു നിക്ഷേപം നമ്മുടെ പേരിലാക്കുന്നതിനെ കുറിച്ചും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. जो हमने आयत पढ़ा पहला तीमुथियुस 5:8 में, क्या पौलुस कहना चाह रहा है, क्या प्रभु कहना चाह रहा है? तेरे दैनिक जीवन की आवश्यकताओं के लिए, तेरे बच्चों के आगे की पढ़ाई की, उनके भविष्य की आवश्यकताओं के लिए जो कुछ तू चाहिए
तू इकट्ठा करता है। किसके लिए? ताकि तू किसी पे बोझ ना बने। किसके लिए? ताकि अगर तू संसार छोड़ के चला जाए तो अपनी पत्नी और बच्चों को कर्जदार करके छोड़ के ना जाए। इसलिए कहा है तू मेहनत करने वाला हो, अच्छा काम काज करने वाला व्यक्ति हो। താങ്ക് യു പാസ്റ്റർ ഫോർ ദ വണ്ടർഫുൾ ട്രാൻസ്ലേഷൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ. അതിന്റെ അർത്ഥം നമുക്ക് തന്നിരിക്കുന്ന സമയം മുഴുവനും ഈ ലോകത്തിനു വേണ്ടി ജീവിച്ച് കർത്താവിനെ ആരാധിക്കേണ്ട സമയത്ത് സമയമില്ല, സഭായോഗങ്ങൾക്ക് പോകേണ്ട സമയത്ത് സമയമില്ല, ഉപവാസ പ്രാർത്ഥന വെച്ചാൽ അതിന് സമയമില്ല, കർത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് സമയമില്ല. എപ്പോഴും ഈ ലോകത്തിനു വേണ്ടി ജീവിച്ച് ഭോഷനായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ആർക്കും ഇടയാകരുത്. लेकिन हमको समझना है जो समय प्रभु के क्षण बिताना है, आराधना में जाना है, उपवास रखना है, आत्मिक संगति के लिए जाना है, वो समय निकाल के केवल मेरा आप संसार के अंदर में इकट्ठा करने के लिए अगर फिर रहे तो हमसे ज्यादा मूर्ख व्यक्ति कौन है? मेरा आप सोचे। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 31 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അത് പഠിക്കും. അവിടെ എഴുതിയിരിക്കുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുടുക്കുമെന്ന് ഓർത്ത് നീ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ ഓർത്ത് വേദനിക്കരുത്. मत्ती रचित सुसमाचार 6 के 31 में से आगे के दिनों में हम देखेंगे, प्रभु कहता है तू क्या खाएगा क्या पिएगा इसकी तू चिंता ना कर। 33-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും. इसलिए उसके 33 आयत में लिखा है, पहले तू परमेश्वर के राज्य उसके धर्म की खोज कर तो सब वस्तुएं जो तुझे चाहिए मूलभूत वो मिल जाएगी। അതിന്റെ അർത്ഥം ഇതാണ് സഹോദര സഹോദരി, നമ്മൾ പ്രഭാതത്തിൽ എണീക്കുമ്പോൾ ലോകത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് കർത്താവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുമെന്നുള്ളതിന് ചിന്തിക്കണം. നമുക്ക് കർത്താവ് തരുന്ന സമയങ്ങളിൽ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമുക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് നാം പ്രവർത്തിക്കണം. प्रभात के समय मेरा आप उठते हैं तो सबसे पहले मेरा आप सोचे क्या मैं प्रभु के लिए कर सकता हूँ, प्रभु के नाम की महिमा के लिए कर सकता हूँ, ताकि मेरा आप इस संसार के अंदर में परमेश्वर की इच्छा के अनुसार चल पाए जी पाए। प्रियो, ഓരോ പ്രഭാതത്തിൽ എണീക്കുമ്പോഴും സഹോദര സഹോദരി ഓർക്കുക, ഒരു പക്ഷേ ആ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസമായെന്നിരിക്കാം. हर एक दिन जो मेरा आप उठते हैं सोचना है, हो सकता है आज का दिन मेरे जीवन का अंतिम दिन हो। ആ ദിവസം പോലെ മറ്റൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു എന്ന് വരികയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം. आज का दिन जो मिला है उसके समान कोई और दूसरा दिन अवसर हमको मिलेगा नहीं, इसलिए सोचना है आज मिला है उसका हम उचित उपयोग करें। ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. കാരണം നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നിരിക്കുകയില്ല. आज जो करना है कल के लिए मेरा आप ना रखे, कल का दिन मुझे आपको मिलेगा नहीं मिलेगा मुझे आपको नहीं मालूम है। അടുത്ത വാക്യത്തിലേക്ക് നോക്കാം. വേഴ്സ് 22 വാക്യം 22-ാമത്തെ വാക്യം 6:22 പറയുന്നു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. अगली आयत को हम देखेंगे मत्ती 6 के 22 में, शरीर का दिया आंख है, इसलिए यदि तेरी आंख निर्बल हो तो तेरा सारा शरीर उछाला होगा। സഹോദര സഹോദരി, നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന പ്രലോഭനങ്ങള്, ടെംപ്റ്റേഷൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്. प्रियो, मैं आपसे कहना चाहता हूँ संसार का प्रलोभन कहाँ से हमारे अंदर प्रवेश करता है? हमारी आंखों के द्वारा। നമുക്കറിയാം, ഒരു അടച്ചിരിക്കുന്ന മുറിക്കകത്ത് ഒരു ഫോണുമായിട്ടിരുന്നാൽ, ഒരു ലാപ്ടോപ്പുമായിട്ടിരുന്നാൽ ലോകത്തിലെ ഏത് കോണുകളിലേക്കുമുള്ള ഒരു വിൻഡോയായിട്ട് ആ ഉപകരണത്തെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. मुझे आपको मालूम है, एक कमरे में अंधेरे करके हम बंद करके बैठ जाए, हमारे हाथ में मोबाइल या लैपटॉप हो, वहां उस बंद कमरे में से विश्व के कहीं पर भी पहुंच सकते हैं, कुछ भी हम जान सकते हैं, देख सकते हैं। ലോകത്തിൽ പാപം ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ വെളിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മുറിക്കകത്ത് തന്നെ പാപം നമ്മുടെ കൈവെള്ളയിലെത്തും. आज ऐसा समय आ चुका है, पाप करने के लिए बाहर जाने की जरूरत नहीं है, पाप हमारे हाथों में है, हमारे घर के अंदर में है। ഇവിടെ പറയുകയാണ്, നിന്റെ കണ്ണ്, അവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൂവുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. इसलिए यीशु मसीह कह रहे, शरीर का दिया आंख है, यदि तेरी आंख निर्मल है तो तेरा पूरा शरीर उजियाला है। അതിന്റെ അർത്ഥം ഇതാണ് സഹോദര സഹോദരി, നമ്മൾ അതിനെ ഓവർകം ചെയ്തെങ്കിൽ കണ്ണിലൂടെയുള്ള പാപത്തെ, ലസ്റ്റ് ഓഫ് ഐസ്,
ആ കൺമോഹത്തെ നമുക്ക് ഓവർകം ചെയ്യുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. इसका अर्थ है कि आंखों के द्वारा होने वाले प्रलोभन जो है उस पे मेरा आप अगर विजय प्राप्त करेंगे तो हम अपने जीवन को पवित्र रख सकते हैं. നമ്മുടെ ചിന്തകളെ നമുക്ക് ശുദ്ധിയിൽ കൊണ്ടു നടക്കുവാനായിട്ട് കഴിയും. കാരണം അരുതാത്ത കാര്യങ്ങൾ കാണുമ്പോഴാണ് അരുതാത്ത ചിന്തകൾ നമ്മളിൽ ഉടലെടുക്കുന്നത്. हमारे मन की चिंताओं पे हम नियंत्रण प्राप्त कर सकते हैं, क्योंकि ये चिंता, ये जो बातें हैं कहां से प्रवेश करती है? हमारी आंखों के द्वारा जो हम देखते हैं उसके द्वारा. അങ്ങനെ ഈ നോട്ടത്തിൽ വീണുപോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കൺമോഹത്തിൽ വീണുപോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അരുതാത്ത കാര്യങ്ങൾ കണ്ട് ആസ്വദിച്ച് പാപത്തിൽ അടിമപ്പെടുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ രാത്രി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ വിഷയത്തിന്റെ മേൽ എനിക്കൊരു ജയം തരണമേ, കൺമോഹത്തെ ജയിക്കുവാന്റെ അങ്ങയുടെ കൃപയിൽ പകരണമേ എന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാട്ടെ. मेरे शब्द को सुन रहे हमारे में से कोई भी व्यक्ति आंखों के अभिलाषों में गिरा पड़ा है तो मेरा प्रभु से कहे, प्रभु इन आंखों पे नियंत्रण प्राप्त करने के लिए, दृष्टि में नियंत्रण प्राप्त करने के लिए, जो चीज नहीं देखना है, नहीं हमको सोचना, उसमें नियंत्रण प्राप्त करने के लिए परमेश्वर की कृपा मुझ पे उंडेलने के लिए प्रभु से प्रार्थना करे. ചില ആഴ്ചകൾക്ക് മുമ്പ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. എന്നാൽ നിന്റെ വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. इसलिए मत्ती रचित सुसमाचार 5:29 में पहले हमने कुछ दिन पहले देखा, उसमें लिखा, यदि तेरी दाहिनी आंख तुझे ठोकर खिलाए तो उसे निकाल फेंक, क्योंकि तेरे लिए भला है कि तेरे अंगों के साथ तू आग में पूरे शरीर को नष्ट न कर दे. ഞാനൊരു കാര്യം ആത്മാർത്ഥതയോടെ സഹോദരി നിന്നോട് ചോദിക്കട്ടെ. പുരുഷന്മാരായിരിക്കുന്ന നിങ്ങളോട്, യുവാക്കന്മാരായിരിക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഈ ഫോണിൽ കണ്ട് സന്തോഷിക്കുന്നത്, നിങ്ങൾ ലാപ്ടോപ്പിൽ കണ്ട് സന്തോഷിക്കുന്നത് എന്താണ്? പ്രകൃതി ഭംഗിയാണോ സന്തോഷിക്കുന്നത്? അതോ പക്ഷികളെ കണ്ടാണോ മൃഗങ്ങളെ കണ്ടാണോ സന്തോഷിക്കുന്നത്? ഒരിക്കലുമല്ല. അരുതാത്ത ചിലത് കാണുന്നു, അരുതാത്ത ചിലത് ആസ്വദിക്കുന്നു. അതാണ് നമ്മൾ ഇതിലൊക്കെയും പരതി നോക്കുന്നത്. मैं आपसे पूछना चाहता हूँ, क्या मेरा आप अपने मोबाइल के अंदर में इस पृथ्वी के जो चीजें हैं प्रकृति को देख के क्या हम जीवन में आनंद उठाते हैं? पक्षियों को, जानवरों को देख के आनंद उठाते हैं? क्या नहीं है। बल्कि जो चीज हमको नहीं देखना चाहिए, जिसकी व्यवस्था प्रभु ने नहीं दिया है, उनको देख के मेरा आनंदित होते हैं. മത്തായിയുടെ സുവിശേഷം 5:28 എഴുതിയിരിക്കുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടത് നമ്മളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. इसलिए मत्ती 5:28 में लिखा है, परंतु मैं तुमसे ये कहता हूँ कि जो कोई किसी स्त्री पर कुदृष्टि डाले अपने मन में व्यभिचार कर चुका है. അതിന്റെ അർത്ഥം മറ്റൊന്നുകൂടിയുണ്ട്. സ്ത്രീകളോട് കർത്താവ് സംസാരിക്കുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, പുരുഷനെ മോഹിക്കേണ്ടതിന് അവനെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവനോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന്. उसी तरह इसका एक और अर्थ है जो बहनों के लिए है. अगर एक स्त्री जो है एक पुरुष को देख के उस पे क्रूर दृष्टि डालती है तो वो स्त्री मन के अंदर में वचन के अनुसार व्यभिचार कर चुकी है. അതുകൊണ്ട് ഇന്നത്തെ രാത്രി പ്രാർത്ഥിക്കേണ്ടത്, ആ ഒരു മോഹത്തിലേക്ക്, ആ ഒരു പാപത്തിന്റെ വലയത്തിലേക്ക് നാം വീണുപോയെങ്കിൽ, കർത്താവേ ഇതിന്റെ മേൽ ജയമെടുപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് നിലവിളിച്ചാൽ തീർച്ചയായും കർത്താവ് കൃപ തന്ന് ഈ നാളുകൾ നമുക്ക് ആ വിഷയത്തിന്റെ മേൽ ജയം തരും. इस विषय के अंदर अगर हम में से कोई भी गिर चुका, पाप कर चुका है, तो प्रभु से प्रार्थना करे, प्रभु मुझे माफ करे, मेरी आंखों पे नेत्र प्राप्त करने के लिए, इस अभिलाषा पे नेत्र प्राप्त करने के लिए प्रभु आपकी कृपा मेरे अंदर में उठेल दीजिए. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ആ പാപത്തിൽ ചെന്ന് വീഴുന്നത്. അവസരം കിട്ടുമ്പോൾ വലിയ പാപങ്ങളിൽ വീഴും. ആ പാപം നമ്മുടെ ജീവിതത്തെ തകർക്കുക തന്നെ ചെയ്യും. जो आज नेत्र नहीं प्राप्त करता है, वही आने वाले दिनों के अंदर में बड़े बड़े पाप के अंदर में जाके गिर जाता है. അതുകൊണ്ട് കർത്താവിന്റെ വചനം 6:22 പറയുന്നു, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. इसीलिए मत्ती 6:23 में लिखा, यदि तेरी आंख पूरी है तो तेरा पूरा शरीर अंधेरा है, यदि उजाला है, यदि वह उजाला जो तुझ में है, यदि अंधकार में है तो अंधकार कैसे बड़ा हो सकता है. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ശരീരത്തെ, ആത്മാവ്, ദേഹത്തെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ കാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ കണ്ണിനെയാണ്.
इसलिए परमेश्वर की दृष्टि के अंदर में मुझे आपको सही तरह चलना जीना है तो सबसे पहले हमको किस पे नियंत्रण प्राप्त करना प्रियो, हमारी आंखों पे हमको नियंत्रण प्राप्त करना है। Take that seriously, my brothers, my sisters. इसलिए जो बात कह रहा हूं उसको बड़ी गंभीरता के साथ मुझे आपको लेना है। അതാണ് ഇന്നത്തെ ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി മുഴുവനും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അവർ പണം ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ബലഹീനതകളെ മുതലെടുത്താണ്. आज सोशल मीडिया और हम देखते हैं यूट्यूब जो है किसका फायदा उठा रहा है, हमारी कमजोरी जो आंखें की कमजोरी है उसका फायदा उठा के वो लोग इसका धन दौलत कमाते हैं। 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും, എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. इसलिए 23 में लिखा है, यदि तेरी आंख बुरी है तो तेरा शरीर भी अंधियारा होगा, इस अंधियारा हो जाएगा। ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കണ്ണിന് ഇഷ്ടമുള്ളതൊക്കെ കാണുവാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞിരിക്കും, നമ്മുടെ പ്രവൃത്തികൾ മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞിരിക്കും, നമ്മുടെ വായു മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞിരിക്കും, നമ്മുടെ ചെവിയിൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് മുഴുവനും പാപമായിരിക്കും. കണ്ണിന്റെ മോഹത്തിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തി അടി മുതൽ മുടി വരെ ആത്മാവ് ദേഹത്തിൽ പാപത്തിന്റെ അന്ധകാരത്തിൽ നിറഞ്ഞ വ്യക്തിയായി തീരും. जो आंख की अभिलाषा में गिर जाता है उसका शरीर का हर एक अंग, उसका मुंह, उसका कान, उसका मन तमाम तरह के पापों के अंदर में गिर जाता है। लेकिन अगर जिसने आंख पे नियंत्रण प्राप्त कर लिया है वो अपने पूरे जीवन के अंदर अपने स्वभाव के अंदर में जय प्राप्त करता है, परमेश्वर की पवित्रता के साथ चलता जीता है। ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ആ ഇരുട്ട് എത്ര വലിയത്. इस कारण उजाला जो तुझ में है वो अंधकार हो जाएगा, तो अंधकार कितना बड़ा होगा। സഹോദര സഹോദരി, വെളിച്ചത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഇരുട്ട്. हमको मालूम है उजाले का जो है उल्टा क्या है, अंधियारा है। ദൈവം വെളിച്ചത്തെയാണ് സൃഷ്ടിച്ചത്, ഇരുളിനെ സൃഷ്ടിച്ചിട്ടില്ല. परमेश्वर ने केवल उजाले की सृष्टि की, अंधकार की सृष्टि नहीं किया। വെളിച്ചത്തെ നിന്നിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പകരം നീ അറിയാതെ തന്നെ നിന്നിൽ ഇരുട്ട് നിറയും. लेकिन ये उजाले को मेरा आप निकाल देंगे, मुझे आपको पता भी नहीं चलेगा, हम स्वयं अंधकार में चले जाएंगे। ഇരുട്ട് ഭയപ്പെടുന്നത് ഒന്നിനെ മാത്രമാണ്, വെളിച്ചത്തെ. जो अंधियारा है किससे भय करता है, केवल एक चीज से, वो है उजाला। അത് ചെറിയൊരു 0 വോൾട്ട് ബൾബാണെന്ന് പറഞ്ഞാലും ഇരുട്ടിന്റെ അകത്ത് ആ ചെറിയ വെട്ടത്തിനൊരു മാറ്റം വരുത്താൻ പറ്റും. चाहे वो उजाला एक छोटा 0 वोल्ट का बल्ब क्यों ना हो, तब भी अंधियारे के अंदर जो जलता है तो वहां वो एक बदलाव लेकर आता है। സഹോദര സഹോദരി, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് നോക്കിക്കേ, ചെറിയൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? ചിലതിനെ നമ്മൾ വിട്ടൊഴിയുന്നില്ലേ? ചിലതിൽ നിന്ന് നമ്മൾ മാറി നടക്കുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് തെറ്റാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലേ? കാരണം ദൈവകൃപ എന്ന് പറയുന്ന വെളിച്ചം നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ്. കർത്താവിന്റെ നാമത്തിന്റെ വെളിച്ചം നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ്, പരിശുദ്ധ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മൾ പലതിനെയും വിട്ടു മാറി നിന്ന് ഒരു ചെറിയ നന്മയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നത്. जीवन के अंदर में आप सोचे, कई बातों के अंदर में आप उन चीजों को त्याग देते, छोड़ देते, कारण क्या है? परमेश्वर का उजाला जो छोटा सा है मेरे आप के अंदर में है, वो अनुग्रह मेरे आप के अंदर में होने के कारण बहुत सी बातों को मेरा आप त्याग देते हैं, छोड़ देते हैं प्रियो। അടുത്ത 3 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. आने वाले 3 मिनटों के अंदर मैं अपने शब्दों को विराम दूंगा। അതുകൊണ്ട് ഇന്നത്തെ രാത്രി കാലം ചിന്തിക്കണമേ സഹോദര സഹോദരി, നമ്മളിലെ ആ വെളിച്ചം ഇല്ലാതാകുവാന്റെ കോണമിടയായാൽ, നമ്മളിലെ ദൈവകൃപ ഇല്ലാതാകുവാന്റെ കോണമിടയായാൽ ഭീകരമായ ഒരു അന്ധകാരത്തിന് നമ്മൾ കീഴ്പ്പെട്ടു പോകും എന്നുള്ളതിന് സംശയമില്ല. आज मेरा आपको समझना है जो उजाला हमारे अंदर में है, लेकिन अगर मेरा आप प्रभु के राह पे ना चले तो जो कुछ हमारे अंदर में है बिल्कुल अंधकार के रूप में बदल जाएगा, अंधियारा हो जाएगा। നമുക്കറിയാം, ചെറിയൊരു തീ കത്തിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് ഏത് സമയത്തും കെട്ടുപോകാം. എന്നാൽ അത് കെട്ടുപോകാതിരിക്കണമെങ്കിൽ അതിനെ നമ്മൾ ഊതി കത്തിക്കണം, അതിന് വേണ്ടതായിട്ടുള്ള എണ്ണ പകരണം, അതിനുവേണ്ടി സ്പെഷ്യൽ കെയർ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് കെട്ടുപോകാതെ അത് വീണ്ടും കത്തിക്കൊണ്ട് തന്നെ നിൽക്കും. एक आग हम लगाते हैं, छोटा सा है लेकिन वो आग बुझ सकता है, लेकिन मेरा आप अगर उस पे फूकते रहे, उस आग के अंदर में थोड़ा थोड़ा तेल डालते रहे तो आग कभी बुझेगा नहीं।
वही जीवन में मुझे आपको प्रयोग करना है। प्रभु ने जो दिया वो उछाला जो है उसको हम बरकरार रखे, बढ़ाते चले जाए। ഈ നാളുകളിൽ കർത്താവിന്റെ സന്നിധി അധികം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ ഏൽപ്പിക്കാം. ദൈവവചനം ധ്യാനിക്കുവാനും ദൈവവചനം കേൾക്കുവാനുമായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാം. ദൈവദാസന്മാരോടും ദാസിമാരോടും സഹോദരങ്ങളോടും ചേർന്ന് കൂട്ടായ്മയില് കർത്താവിനെ പാടി വാഴ്ത്തി സ്തുതിച്ച് ആത്മീയ കാര്യങ്ങൾ അധികം ശുഷ്കാന്തി കാണിക്കാം. നമ്മളിലുള്ള ആ വെളിച്ചം കെട്ടുപോകാതെ അധികം കത്തി കത്തി പ്രകാശിച്ച് നമ്മുടെ ജീവിതം മുഴുവനും പ്രകാശിതമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु इन दिनों मेरी आपकी सहायता करे और भी प्रार्थना में समय बिताए, वचन की मनाजी के लिए समय बिताए, परमेश्वर के दास दासियों के साथ में रहते हुए समय बिताए, ताकि जो उजाला प्रभु ने हमारे अंदर में दिया है वो बढ़ता 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 चला जाए और कोई भी अंधकार हमारे अंदर में ना रहे। നമ്മുടെ കൂട്ടുകാരെ നമ്മൾ സൂക്ഷിക്കണമേ. നമ്മൾ ആരോടാണ് സംസർഗം ചെയ്യുന്നതെന്ന് സൂക്ഷിക്കണമേ. അവർ അന്ധകാരം വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ അന്ധകാരം നമ്മളിലേക്ക് പകരപ്പെടുവാൻ സാധ്യതയുണ്ട്. जीवन में याद रखना है हमारी संगति किसके साथ है, हमारे मित्र कौन है। अगर वे लोग अंधकार में चलने जीने वाले लोग हैं तो उनके अंदर का अंधकार जो है हमारे अंदर में प्रवेश कर सकता है। നിന്റെ വെളിച്ചം അവരുടെ മേൽ പകരുന്നതിന് പകരം അവരുടെ അന്ധകാരമാണ് നിന്നിലേക്ക് പകരപ്പെടുന്നതെങ്കിൽ സഹോദര സഹോദരി ഈ നാളുകളിൽ വളരെ വ്യക്തമായി നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. हमारे अंदर का उजाला उनको ना देके उनके अंदर का अंधकार हमारे अंदर में अगर प्रवेश करता है तो मुझे और आपको ध्यान से समझना है कि हम किस दिशा में आज चल रहे जी रहे हैं। നമ്മുടെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കണമെങ്കിൽ വെളിച്ചത്തിന്റെ ഉറവിടമായ കർത്താവിൽ നിന്ന് വെളിച്ചം നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. हमारे अंदर का उजाला अगर बरकरार रखना है, उजाला देने वाले जो स्रोत प्रभु यीशु मसीह है उसके साथ हमको संगति रख के बढ़ना है। ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അധികം സമയം ചെലവഴിക്കാം, കൂട്ടായ്മകൾക്കായിട്ട് അധികം സമയം ചെലവഴിക്കാം, ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് അധികം സമയം ചെലവഴിക്കാം. പരിശുദ്ധാത്മാവിന് നമുക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് വെളിച്ചത്തിൽ നമുക്ക് വസിക്കാം. വെളിച്ചം നമ്മളിൽ വർദ്ധിക്കട്ടെ. അങ്ങനെ നാം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, സഭയ്ക്കുള്ളിൽ കർത്താവിന്റെ വെളിച്ചം അതിധാരാളമായി മിന്നി അനേകരെ നീതിയിലേക്ക് നയിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. इन दिनों हम प्रभु से प्रार्थना करें, हमारे अंदर में हम प्रभु से प्रार्थना में आगे बढ़े, अच्छी संगति के साथ आगे बढ़े, अच्छे लोगों के साथ हम आगे बढ़े, ताकि हमारे अंदर का जो उजाला है वो प्रकाशमान हो जाए, हम अनेक लोगों के लिए अनुग्रह हो जाए, आशीष में हो जाए। प्रियो പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അടിയങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നിങ്ങളുടെ പരിശുദ്ധ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരും തന്നെ ദുഷ്ടനാകുന്ന പിശാചിന്റെ അന്ധകാരത്തിൽ അകപ്പെടാതെ വേണം അത്ഭുത പ്രകാശമാകുന്ന ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നടപ്പാൻ യേശുവിങ്കിലേക്ക് കടന്നു വന്ന് വെളിച്ചം പ്രാപിച്ച് അവരായിരിക്കുന്നിടത്ത് വെളിച്ചങ്ങളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന രാത്രി കാലപടിയങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അങ്ങ് പകർന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസിനെ ബലപ്പെടുത്തണമേ, ശുശ്രൂഷകളെ മാനിക്കണമേ. കർത്താവേ, തലമുറകളായി അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ, നല്ല ഭാവി കൊടുക്കണം. അങ്ങയുടെ ദാസിന്റെ മേൽ അങ്ങയുടെ കരമുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ തൃക്കരം പിടിച്ച് മുന്നോട്ട് നടത്തി കർത്താവ് ബലത്തോടെ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രി ഇതിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ദൈവദാസന്മാരെ ദാസിമാരെ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നപ്പ എല്ലാവർക്കും ഇന്നത്തെ രാത്രിയിലെ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ നാമം മഹിമപ്പെടുത്തിക്കാട്ട്. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിലടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം. आइए हम फिर से वचन के सामने अपने आत्मा प्राण देह को समर्पित करें। जो वचन हमने सुना वो हम में से किसी की जीवन में व्यर्थ ना हो जाए, बल्कि 100 गुना प्रतिफल लेके आए। प्रेमी अनुग्रहकारी प्यारे खुदावंद, आपको धन्यवाद करते हैं। आज भी परमेश्वर आपने हमें आपके शरणों बैठने के लिए सहायता किया। हमें से अनेक हो सकते प्रभु पास के साथ आज आपके शरणों में है। खुदा, आपके शब्दों को सुनने के लिए प्रभु आपने अवसर दिया। प्रभु, इस संसार में जो जीवन आपने हमें दिया है खुदा, हम प्रभु इस संसार में कुछ इकट्ठा ना करते हुए आपके राज्य के लिए इकट्ठा करने के लिए हम सबकी आप सहायता करना। खुदा धन्यवाद करते प्रभु, आपने हमसे बातचीत किया। खुदा, हमारी आंखों को प्रभु हम निर्मल रखे, हमारे मनों को हम शुद्ध रखे, ताकि हमारा शरीर हमारा जीवन उछाले में चले। खुदा धन्यवाद करते हैं आपके आदरणीय दास जॉर्ज पास्टर के लिए। काफी समय से प्रभु हम देख रहे खुदा,
मत्ती रचित सुसमाचार में से खुदा आपके राज्य की मूलभूत बातों को खुदा नियमों को सिखाने के लिए प्रभु आपके दास को आपने इस्तेमाल किया खुदा। अनेकों स्थानों में इस्तेमाल कर रहे हो, धन्यवाद करते हैं प्रभु। आपके दास को परमेश्वर मिलके प्रभु आशीर्वाद करते खुदा। आपके दास को आंची बच्चों को प्रभु आप अनुग्रह करना और भी अनेकों स्थानों प्रभु आप इस्तेमाल करना। उनका जीवन परमेश्वर अनेक लोगों के लिए अनुग्रह हो। तन मन धन से परमेश्वर आपके राज्य के लिए और भी करने के लिए आप सहायता मदद करना खुदा। धन्यवाद करते सैन्य पास्टर कल्याण जी के लिए, धन्यवाद करते इच्छू मीटिंग के लिए। कितने समय से प्रभु लगातार चल रहा खुदा। अनेकों लोगों को हम देखते हैं खुदा जो बराबर इसमें शामिल होते हैं खुदा। उन सबको आप अनुग्रह करना। आपका वचन परमेश्वर सुन के उसके साथ जीने के लिए सबकी सहायता करना प्रभु। हमारे मध्य में आज जो वचन सुना उसके खिलाफ कोई भी कार्य, कोई भी गलती, कोई भी पाप हमारे जीवन में है तो खुदा आज उसे छोड़ते हुए खुदा, उसे त्यागते हुए प्रभु जीने के लिए हम सबकी सहायता करना। वचन के अनुसार पढ़ने के लिए हम सबकी सहायता करना खुदा। आपका दास अन्य पास्टर का को उनकी सेवकाई पर निग्रह करना। जितने दास लोग इसमें जुड़ते हैं सबको प्रभु अनुग्रह करना खुदा। हमारे मध्य में कोई भी दुखी है, रोगी है, प्रभु आप चंगाई देना खुदा। प्यारे खुदा, कष्ट वेदनाओं के अंदर से गुजर रहे शांति उठेलना मेरे खुदा। कितना भी दुख उठाए, कितना भी कष्ट उठाए, निंदा सताव को सहन करते हुए आपके लिए जीने के लिए, आपके राज्य के लिए काम करने के लिए हम सबकी सहायता करना। धन्यवाद करते खुदा। आदर महिमा गौरव जलाल आपको देते हैं। तमाम बातें उतार करते यीशु मसीह के सामर्थ्य नाम से मांगते हैं, आमीन। एक परमेश्वर का प्रेम अनुग्रह सहभागिता सबके साथ में वचन की मना देखिए आपके दास रंजीत और पास्टर के साथ, तमाम संतों के साथ, आज जुड़े हुए तमाम परिवारों के साथ हमेशा हमेशा होते